നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബെഡ് വെറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് നൊക്ടോണൽ എനുറോസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കിടന്ന് മൂത്രമൊഴിക്കുക എന്നതാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ പല പാരൻസിനും ഇപ്പോൾ എന്താ പറയുക, മഴക്കാലം കൂടിയാണ്. അപ്പം കുട്ടികൾ കിടന്ന് മൂത്രം ഒഴിക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ട് ഒക്കെ ചില പാരൻസിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു വിധത്തിൽ നമുക്കത് എങ്ങനെ നേരെയുള്ള ട്രെയിനിങ് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് എന്നതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബെഡ് വെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 രീതിയിലാണ് പോകുന്നത്. ന്യൂബോൺ തൊട്ട് 5 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾ ബെഡ് വെറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് നോർമലായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നതിന് ശേഷം വീണ്ടും ബെഡ് വെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു മെഡിക്കേഷൻ പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ പറഞ്ഞ പോലെ ന്യൂബോൺ തൊട്ട് ഒരു 5 വയസ്സ് വരെ ഉള്ള ഈ ബെഡ് വെറ്റിങ്ങിന് നമ്മൾ പ്രൈമറി നൊക്ടേണൽ എനുറോസിസ് എന്നും, അത് കഴിഞ്ഞിട്ടുള്ള അതായത് 5 ഇയർ കഴിഞ്ഞിട്ടുള്ള ബെഡ് വെറ്റിങ്ങിന് നമുക്ക് സെക്കൻഡറി നൊക്ടേണൽ എനുറോസിസ് എന്നാണ് പറയുന്നത്. ഈ പ്രൈമറി നൊക്ടേണൽ എനുറോസിസ് ഇതൊരു കോമൺ ആണ്. അത് 5 വയസ്സ് വരെയും ആ കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ഈ ആഫ്റ്റർ 5 ഇയേഴ്സ് ഉള്ളത് നമുക്ക് കൃത്യമായ ഒരു മെഡിക്കേഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ സെക്കൻഡറി നൊക്ടേണൽ എനുറോസിസ് ഇത് ഉണ്ടാവുന്നത് പലതരത്തിലാണ്. അതായത് ചില കുഞ്ഞുങ്ങളിൽ ന്യൂറോ പ്രശ്നങ്ങളുള്ള കുട്ടികളിലും നമുക്കിത് സെക്കൻഡറി നൊക്ടേണൽ എനുറോസിസ് കാണുന്നതാണ്. മാത്രമല്ല ADHD, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, നല്ല ഡിപ്രഷനുള്ള കുഞ്ഞുങ്ങൾ, അതുപോലെ ആങ്സൈറ്റി കൂടുതലുള്ള കുഞ്ഞുങ്ങൾ, ഫിയർ കൂടുതലുള്ള കുഞ്ഞുങ്ങൾ, ഇതിലെല്ലാം നമുക്ക് ഈ തരത്തിലുള്ള ബെഡ് വെറ്റിംഗ് നമുക്ക് കണ്ടുവരാവുന്നതാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച്, അതായത് വേറൊരു പാരൻറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ വേറൊരു തേർഡ് പേഴ്സണിൻ്റെ മുന്നിലോ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന ടൈമിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർ ഈ സ്കൂൾ അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് പൂവറായിരിക്കും. കാരണം ഒന്ന് ഈ ഉറക്കമില്ലായ്മ വരും. ഇപ്പം എന്തായാലും കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ എന്താ ചെയ്യുക, ഉണരും. അപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ പോയി കഴിഞ്ഞുള്ള സമയത്ത് ആ ടൈം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അല്ലെങ്കിൽ ക്ലാസ്സിൻ ടൈം ആയിരുന്നാലും കുഞ്ഞുങ്ങൾ ഉറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുവഴി ഈ കുഞ്ഞുങ്ങളുടെ അക്കാഡമിക്കലി നല്ല രീതിയിൽ കുറയാനും അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറയാനും, മാത്രമല്ല പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം തുറന്ന് പറയാനുള്ള കോൺഫിഡൻസും എല്ലാം നമ്മൾ വേറൊരാളോട് ഈ ഒരു കളിയാക്കുന്ന രൂപത്തിൽ കുഞ്ഞുങ്ങളുടെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിലുള്ള സെൽഫ് കോൺഫിഡൻസ് കുറയാനൊക്കെ വളരെയധികം ചാൻസസ് കൂടുതലാണ്. അത് പാരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മെൻ്റൽ സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് നന്നായിട്ട് കൊടുക്കുക. ഇത് പറയാനുള്ള കാരണം ഇപ്പോഴും 2, 3, 4 ഇയേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പർ യൂസ് ചെയ്യും, വീട്ടിൽ തന്നെ ഡൈപ്പർ ഇട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 1-1.5 വയസ്സൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഈ പോട്ടി ട്രെയിനിങ് അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് നമുക്ക് കൊടുക്കേണ്ട ടൈമാണ്. അപ്പോൾ 2-3 ഇയേഴ്സ് ആയിട്ടും അത് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴാണ് ടൈമിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂറിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് അതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. കുഞ്ഞുങ്ങൾ ആ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഡൈപ്പറിൽ പോവും. അപ്പോൾ അത് വാഷ്റൂമിൽ പോയാണ് യൂറിൻ പാസ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നീടുള്ളത് നമുക്ക് എങ്ങനെ ഈ ബെഡ് വെറ്റിംഗ് മാറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് വെറ്റിംഗ് മാറ്റിയെടുക്കാവുന്നതാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് കഴിവതും നേരത്തെ തന്നെ നൈറ്റ് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല കുട്ടികൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുക. അതിനുശേഷം ഉറങ്ങുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളെ മൂത്രം ഒഴിപ്പിച്ചതിന് ശേഷം നമ്മൾ കിടത്തുക. പാരൻസ് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒരു അലാറം അങ്ങനെ വെച്ചിട്ട് ഒരു മിഡ് നൈറ്റിൽ പാരൻസ് എണീറ്റതിന് ശേഷം കുഞ്ഞുങ്ങളെ വാഷ്റൂമിൽ കൊണ്ടുപോയി യൂറിൻ പാസ് ചെയ്യിച്ചിട്ട് കിടത്തുക. പിന്നീടുള്ളത് നൈറ്റ് കഴിവതും കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റ്സ് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ നമുക്കായിരുന്നാലും സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ദാഹിക്കും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ
കുഞ്ഞുങ്ങളിലും അതുപോലെ തന്നെയാണ്. നൈറ്റ് സ്വീറ്റ്സ് കൊടുക്കാതിരിക്കുക. മാത്രമല്ല മസാല അടങ്ങിയ ഫുഡ്സ്, അതായത് മാഗി അതുപോലത്തെ ഫുഡ്സ്, ഒത്തിരി എരിവുള്ള ഫുഡ്സ്, ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് നൈറ്റ് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് മുന്നേ കുഞ്ഞുങ്ങൾക്ക് മൂത്രം ഒഴിപ്പിച്ച് കിടത്തുന്ന ആ ഒരു ശീലം കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല ഈ കൂടുതലും ഈ ന്യൂറോ പ്രോബ്ലം, അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ്, അതായത് ബോൺ മസിൽ വീക്ക്നെസ് ഉള്ള കുട്ടികൾ, യൂറിനറി ബ്ലാഡറിൽ മസിൽ വീക്ക്നെസ് ഉള്ള കുട്ടികൾ, പിന്നെ അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള കുഞ്ഞുങ്ങൾ, അത് മാത്രമല്ല ഈ യൂറിനറി ബ്ലാഡർ കപ്പാസിറ്റി, അത് യൂറിൻ കപ്പാസിറ്റി കുറവായിട്ട് എടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലും ബെഡ് വെറ്റിംഗ് കണ്ടുവരുന്നത്. അങ്ങനത്തെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് അതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ വളരെയധികം ഡോക്ടറിനോട് കൺവേ ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. താങ്ക് യു.